ഹായ്, ഞാൻ ഡോക്ടർ വിനി, ആയുർവേദ ഡോക്ടറാണ്. സക്സസ്ഫുൾ പാരൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. കുട്ടികളിൽ നല്ല സ്വഭാവ രൂപീകരണത്തിന് പറ്റുന്ന ഒരു ഏജ്, അത് നമുക്കിപ്പോൾ 1.5 വയസ്സ് 2 വയസ്സൊക്കെ തൊട്ട് തന്നെ നമുക്ക് നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കാം. ഈവൺ ഇപ്പോൾ 1.5 വയസ്സിലൊക്കെ തന്നെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇത് ചെയ്യരുത്, തെറ്റാണ് എന്ന് അവരുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടും ചില കുട്ടികളിൽ പേടി, വാശി, അല്ലെങ്കിൽ അനുസരണയില്ലായ്മ, അഡിക്ഷൻസ്, തർക്കുത്തരം പറയൽ, പിന്നെ നമ്മൾ അങ്ങനെ പല സ്വഭാവ വ്യത്യാസങ്ങൾ, നല്ലതല്ലാത്ത വ്യത്യാസങ്ങൾ കണ്ടുവരും. ഈവൻ ഫുഡ് ഹാബിറ്റ്സിൽ ചില കുട്ടികൾ ഒന്നും തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. ചിലർ ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ കഴിക്കുന്ന പ്രകൃതമുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 10-11 ഉള്ളിൽ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് എളുപ്പം, നമ്മളെക്കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം തന്നെ ഈ പേടിയും വാശിയും എല്ലാം വളർന്നിട്ടുണ്ടാവും, തെറ്റായ ഫുഡ് ഹാബിറ്റ്സും എല്ലാം വളർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും മാറ്റിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ 10-11 ഉള്ളിൽ തന്നെ പാരൻസ് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തിയായ സ്മാർട്ടായ കുട്ടികളെ, നല്ല സ്വഭാവമുള്ള കുട്ടികളെ നമുക്ക് ആക്കി അവരെ മാറ്റിയെടുക്കാൻ പറ്റും. താങ്ക് യു.